കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കൃത്രിമ കരിപ്രസാദ നിർമ്മാണത്തിൽ നടപടിക്കൊരുങ്ങി ദേവസ്വം ബോർഡ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും മേൽശാന്തിക്കും നോട്ടീസ് നൽകാൻ തീരുമാനം. ദേവസ്വം ബോർഡ് വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയ മഹസർ റിപ്പോർട്ടിലുള്ള എല്ലാ സാധനങ്ങളുടെയും ശേഖരിച്ച സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കും. വിനീഷ് വിവരങ്ങളുമായി ചേരുന്നു. വിനീഷ്, ഈ ശബരിമലയെ പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ഈ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കൃത്രിമ കരിപ്രസാദ നിർമ്മാണത്തിൽ അതിലൊരു നടപടിക്ക് ദേവസ്വം ബോർഡ് ഒരുങ്ങുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏതു തരത്തിൽ നടപടി ഉണ്ടാകും? വിവരങ്ങൾ. തീർച്ചയായും ഭവ്യ, നമുക്കറിയാം 2-3 ദിവസമായിട്ട് വലിയ രീതിയിൽ കൊട്ടാരക്കരയിൽ വാർത്തകൾ ഇടം നേടിയ സംഭവമാണ് ഗണപതി ക്ഷേത്രവും ക്ഷേത്രത്തിലെ പ്രസാദം കൃത്രിമമായിട്ട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ. ഇതുമായി വിജിലൻസിനടക്കം പരാതി ലഭിച്ചതിനെ തുടർന്നാണ് ദേവസ്വം വിജിലൻസ് കഴിഞ്ഞ ദിവസം അന്വേഷണവുമായി എത്തിയത്. 2 കൃത്രിമമായിട്ട് പ്രസാദം നിർമ്മിച്ചത് കണ്ടെത്തിയത് കരിപ്രസാദമായിരുന്നു. ഇവിടെയെല്ലാം കൃത്യമായിട്ട് അവർ എത്തുകയും പരിശോധന നടത്തുകയും സാമ്പിളുകൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സാമ്പിളുകൾ ശേഖരിച്ചു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് നടപടിക്കൊരുങ്ങുന്നു എന്നുള്ളതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും മേൽശാന്തിക്കും കീഴ്ശാന്തിക്കും അടക്കം നോട്ടീസ് നൽകും എന്നുള്ള ഏറ്റവും പുതിയൊരു അറിയിപ്പാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ദേവസ്വം വിജിലൻസ് ശേഖരിച്ച സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യും എന്നാലും വലിയ രീതിയിലുള്ള നടപടിയിലേക്ക് ഈ ഒരു സംഭവം നീങ്ങുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തില് ക്ഷേത്രോപദേശക സമിതി പിരിച്ചുവിട്ടിരുന്നു. ഈ ക്ഷേത്രോപദേശക സമിതി പിരിച്ചുവിട്ടതിനെ തുടർന്ന് ദേവസ്വം ബോർഡായിരുന്നു ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ചുമതലയും ഉത്സവം അടക്കം നടത്തി വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അതിൽ ഒരു തീരുമാനമായിരിക്കുന്നു. ക്ഷേത്രോപദേശക സമിതി ഉടൻ തന്നെ രൂപീകരിക്കും എന്നുള്ളൊരു തീരുമാനവും കൂടി വന്നിരിക്കുന്നു. എന്തായാലും ഇത് ഭക്തർക്ക് വലിയൊരു ആശ്വാസകരമാണ്. അതുപോലെ തന്നെ ഭക്തരുടെയും അതുപോലെ തന്നെ ഹിന്ദു സംഘടനകൾ, BJP പ്രവർത്തകർ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നടപടിയായിരുന്നു ആവശ്യം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് പരിശോധനയ്ക്കായിട്ട് എത്തിയപ്പോൾ തന്നെ SI റാങ്കിലുള്ള ആളായിരുന്നു എത്തിയത്. രാകേഷിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധനകൾ നടന്നത്. പക്ഷേ SP റാങ്കിലുള്ളവർ തന്നെ എത്തണം എന്നുള്ള വലിയൊരു ആവശ്യം ഉയർന്നു വന്നിരുന്നു. ഇതിനെതിരെയും വലിയ തർക്കങ്ങളെല്ലാം നിലനിന്ന സാഹചര്യത്തിലാണ് ഈ തർക്കങ്ങൾ കൊട്ടാരക്കര സിയുടെ നേതൃത്വത്തിൽ വിധിന്യമായി പരിഹരിക്കുകയും തുടർന്നുള്ള നടപടിക്രമങ്ങളിലേക്കും ഈ പരിശോധനകളിലേക്കും എല്ലാം നീങ്ങിയത്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് നടപടിക്കൊരുങ്ങുന്നു എന്നുള്ളതാണ് ഭവ്യ. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഭക്തിയുടെ പേരിൽ, ഭക്തിയുടെ മറവിൽ, അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചും കൂടി ഉചിതം. ഭക്തിയുടെ മറവിൽ ഈ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നത് നമ്മളെയൊക്കെ ഓരോ നിമിഷവും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണല്ലേ. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.